Liva? Okay. Hello guys! Mango sticky rice. Yes. അപ്പോൾ കുറേ നാട്ടാ പറഞ്ഞോ. Mango sticky rice കുറേ തിന്നിട്ടുണ്ട്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക. യെസ്. ഓക്കേ, എൻ്റെ ഇൻട്രോയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് വിളിച്ചോണ്ട് വന്ന എൻ്റെ ചീഫ് ഗസ്റ്റ് ആണ് ഇവ. മാംഗോ സ്റ്റിക്കി റൈസിന് ആദ്യമായിട്ട് എന്താ ആവശ്യം? Mango sticky rice. എന്താണ് ആവശ്യം? ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്ത് ഇൻഗ്രീഡിയന്റാ? മാംഗോ മാത്രം. മാംഗോ. യെസ്. അപ്പൊ ഇവ മോള് മാംഗോ എടുത്തിട്ടേ. അത് മാംഗോസ്. സൂക്ഷിക്കണേ. നീ ഇത് പിടിച്ചു, ഞാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാംഗോ വെച്ച് നമ്മളൊരു മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കും. യെസ്. സോ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്താണ് മോളെ? റൈസ് വേണം അല്ലേ നമുക്ക്? റൈസ് വേണം. അപ്പൊ നമുക്ക് റൈസ് കാണിച്ചാലോ? എനിക്കണ്ട, മോനോടെ നിന്നോ, മമ്മി എനിക്ക് എടുത്തോണ്ടോ. എന്താ ഇത്? റൈസ്. ഇത് വെറും റൈസ് അല്ല, ഇത് നമ്മുടെ ജാപ്പനീസുകാരുടെ ജപ്പോണിക്ക റൈസ് ആണ്. സൂഷി റൈസ് ആണ്. സൂഷി റൈസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ സ്റ്റിക്കി റൈസിൽ ഞാൻ ഈ റൈസ് വെച്ചാണ് ട്രൈ ഔട്ട് ചെയ്യാൻ പോണത്. ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഇത് കൊടുത്തിട്ടുണ്ടല്ലേ? അതേപോലെ നമ്മൾ റൈസ് കുക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്? ഓക്കെ. യെസ്, എന്റെ കൊച്ചിന് എല്ലാം അറിയാം. ദിസ് ഈസ് കോക്കനട്ട് മിൽക്ക്. യെസ്, കോക്കനട്ട് മിൽക്ക്. മാംഗോ സ്റ്റിക്കി റൈസിന് വേണ്ട കോക്കനട്ട് മിൽക്ക് ആണിത്. സോ ഗൈസ്, ഇത് നമുക്ക് ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് വേണം അല്ലേ? ഓക്കെ. പഞ്ചസാരയുടെ ഇംഗ്ലീഷ് എന്താ? വെരി ഗുഡ്, ഷുഗർ. സോ നെക്സ്റ്റ് ഐറ്റം എന്താണ്? ഷുഗർ ആണ് നമുക്ക് വേണ്ടത്. യെസ്. പാൻഡൻ എസെൻസ് ആണ്. പാൻഡൻ ലീഫ് ഈ തായ്ലൻഡുകാർ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ലീഫാണ് റൈസിൽ ഫ്ലേവേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു എസെൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സെസമി, വൈറ്റ് സെസമി, ബ്ലാക്ക് സെസമി ഉണ്ട്. ടിഷ്യൂ വേണം, എടുത്തോ. ബ്ലാക്ക് സെസമി ഉണ്ട്, അതും നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. ഇത്ര ഐറ്റം കൊണ്ട് നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാം. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഇവ മോളെ ഇതിങ്ങനെ പിടിച്ചേ. ഈ കപ്പിലോട്ട്, ഞാൻ മെഷറിംഗ് കപ്പിലോട്ടാണ് റൈസ് ഇടാൻ പോണത്. ഞാൻ വളരെ കുറച്ച് റൈസ് ഇടുന്നുള്ളൂ കേട്ടോ. ഹാഫ് എമൗണ്ട് ഓഫ് റൈസ് ആണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന. കിട്ടോ? യെസ്. ഇനി നമുക്ക് ഇതൊന്ന് 2-3 ടൈംസ് കഴുകിയിട്ട് വരാം. വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബോയിൽ ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം ഇത് അവിടെ കിടന്ന് ബോയിൽ ആവട്ടെ. അപ്പം നമുക്ക് ബാലൻസ് പ്രോസസ്സിലോട്ട് പോവാട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ 100 ഗ്രാംസ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഷുഗർ നമ്മൾ നമ്മുടെ റൈസിലോട്ട് ചേർക്കാനുള്ള സോസാണ്. അപ്പം അതിലോട്ട് നമ്മൾ പിന്നെ കോക്കനട്ട് മിൽക്ക് 300 ml അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, വൈറ്റ് ഷുഗർ എടുക്കാൻ വേണ്ടി തന്നെ. ബ്രൗൺ ഷുഗർ എടുത്താൽ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ കളർ തന്നെ മാറിപ്പോവും. അതിൻ്റെ ഓതൻറ്റിക് കളർ തന്നെ വൈറ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് പാൻഡൻ ലീവ്സിൻ്റെ എസെൻസ് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓതൻറ്റിക് മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുക്ക് ടോപ്പിൽ വെക്കണേക്ക് മുമ്പ് നല്ല രീതിക്ക് സ്പൂൺ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കുക്ക് ടോപ്പിലോട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ. സോ ഇതിലോട്ട് കുറച്ച്
ഉപ്പും കൂടി ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ കുക്ക് ടോപ്പിലോട്ട് വെച്ച് ഇത് നല്ല രീതിക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ചധികം സമയം എടുത്ത് കുക്ക് ചെയ്ത് തേങ്ങാപ്പാലൊന്ന് എന്താ പറയുക തിക്നെസ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കാവില്ല, പക്ഷെ എന്നാലും ഒന്ന് കുക്കായി കിട്ടും. അതിന് ശേഷം നമ്മളിത് റൈസിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ റൈസിലിട്ടതിന് ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് ആ കോക്കനട്ട് മിൽക്ക് വറ്റിച്ചെടുക്കണം. അപ്പം ഇത് നല്ലൊരു പ്രോസസ്സാണ്, നല്ല ടൈം പിടിക്കുന്ന പ്രോസസ്സാണ്. സാധാരണ ഇത് ചെയ്യുന്നത് റൈസ് കുക്കറിലാണെങ്കിൽ നമുക്ക് റൈസ് കുക്കർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്നാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുക്ക് ചെയ്ത് വറ്റിച്ച് വന്നാലും കോക്കനട്ട് മിൽക്ക് ഉണ്ടാവും. അത് നമ്മൾ കുറച്ച് നേരം കുക്ക് ടോപ്പ് ഓഫ് ചെയ്ത് ഈ മൂടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ നല്ല തിക്കായിട്ട് കാണും കേട്ടോ. അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ ആറിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ വെച്ചാലും അങ്ങനെ നമുക്ക് കിട്ടും, അതിൻ്റെ ആ സ്റ്റിക്കി കൺസിസ്റ്റൻസി കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിങ്ങനെ ആണെന്നുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് പ്രോസസ്സിൽ കൂടെ തന്നെയാണ് ഇത് നമ്മുടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ച് അടച്ച് വെച്ച് തണുക്കാൻ വേണ്ടി വിടും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റൈസിൻ്റെ സംഭവം. അതിനുശേഷം നമ്മൾ കോക്കനട്ട് മിൽക്ക് സോസാണ് ഉണ്ടാക്കുന്നത്. ഈ മാംഗോ സ്റ്റിക്കി റൈസിൽ നമ്മൾ ഒഴിക്കില്ലേ ആ കോക്കനട്ട് മിൽക്ക് സോസ്. അപ്പോൾ കോക്കനട്ട് മിൽക്ക് നമ്മൾ 200 ml എടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു പിഞ്ച് കോൺ സ്റ്റാർച്ചും കൂടി ആഡ് ചെയ്യുക, സോൾട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല തിക്കായിട്ട് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യുമ്പോൾ ആ സോസ് ഒരു തിക്ക് സോസായി വരും. അപ്പോൾ തിക്ക് കൺസിസ്റ്റൻസിയിൽ കുക്ക് ചെയ്തെടുക്കുക, അതവിടെ മാറ്റി വയ്ക്കുക. ദെൻ നമ്മളുടെ മാങ്ങ ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ മാങ്ങയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ നമുക്കൊന്ന് നല്ല രീതിക്ക് ചെത്തിയെടുക്കാം. മാങ്ങയിൽ ഒരു ചെറിയ രീതിയിലുള്ള കേടുണ്ട്, പക്ഷെ എന്നാലും അത് സാരമില്ല. മാംഗോ സ്റ്റിക്ക് റൈസിന് നമുക്ക് ഇത്ര നല്ല വലിയ പോർഷൻ കിട്ടുന്നതല്ലേ, അപ്പം ആ ചെറിയ പോർഷൻ പോയെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. കുഞ്ഞു മാങ്ങയാണെങ്കിലേ പ്രശ്നമുള്ളൂ. നല്ല വലിയ മാങ്ങയാണ്. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഇതിന് തീരെ മധുരമൊന്നും ഉണ്ടാവത്തില്ലെന്ന്, പക്ഷെ നല്ല അടിപൊളി മധുരമുള്ള മാങ്ങ. ഇറ്റ് വാസ് വെരി ഗുഡ് കേട്ടോ. അപ്പം ഇതിൻ്റെ 2 സൈഡിലുള്ള ഫ്രഷ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി സൈഡിലുള്ള സംഭവങ്ങൾ ഞാൻ എടുക്കുന്നില്ല. കുറച്ച് ഞാനും കഴിച്ച് കുറച്ച് മോക്കും കൊടുത്തിട്ടോ ഞാൻ. അപ്പം ഇത് നല്ല ഫ്ലഷുള്ള നല്ല ബ്യൂട്ടിഫുൾ സ്വീറ്റ് ആയിട്ടുള്ള മാങ്ങയാണ്. എന്തുകൊണ്ടും നമ്മുടെ മാംഗോ സ്റ്റിക്ക് റൈസിന് ആവശ്യമുള്ള ഒരു മാങ്ങ തന്നെയാണത്. അപ്പോൾ ഞാനിത് മോക്ക് കൊടുക്കണേണ്. അപ്പോൾ അവൾ പറഞ്ഞ നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും കഴിക്കാൻ തോന്നി, ഞാനും കുറച്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ മാങ്ങ സ്ലൈസായിട്ട് നല്ല തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ പോകണേണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസിന് ചെയ്യേണ്ട കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റൈസിൻ്റെ കാര്യം, നല്ല സ്റ്റിക്കി ആയിട്ട് ഈ കൺസിസ്റ്റൻസിൽ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റ് എടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ച മാങ്ങയാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് തന്നെ ഉണ്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ മിസ്സിങ് വരുമേ. അങ്ങനെ റൈസ് ഞാൻ ഐസ്ക്രീം സ്കൂപ്പിലാണ് എടുത്ത് വെക്കുന്നത്. 2 സ്കൂപ്പ് ഇടുന്നുണ്ട്. എനിവേസ് ഞാനിതിൻ്റെ കഴിക്കുന്ന വീഡിയോ, ഗാർണിഷ് ചെയ്ത് കഴിക്കുന്ന വീഡിയോ എടുത്തതായിരുന്നു. പക്ഷേ അത് വീഡിയോ ആയില്ല, അത് ഓണായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ ബ്ലാക്കും വൈറ്റ് സെസമി വെച്ച് ഇത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ തിക്ക് മിൽക്ക് സോസും കോക്കനട്ട് മിൽക്ക് സോസും ഒഴിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് സംഭവം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ്, മാംഗോ സ്റ്റിക്ക് റൈസിന്റെ റിവ്യൂ പറയാന്ന് ഓർത്തിട്ട് ഇവിടെ വെച്ചത് മാംഗോ മൊത്തം ഇവ മോള് കഴിക്കണ്ടില്ലേ അവള്. അപ്പൊ ഒന്നും കൂടി പറയാം, എടുത്ത വീഡിയോ റെഡി ആയിരുന്നു വന്നില്ല, അതാണ്. താന് മാംഗോ സ്റ്റിക്കി റൈസ് പോലെ ഉണ്ട്. ഇവ എങ്ങനെയുണ്ടത്? സൂപ്പ്. ഒന്നും കഴിച്ചില്ല, എന്റെ സൂപ്പ്. എന്റെ മാങ്ങ മൊത്തം ഇവിടെ എടുത്തോണ്ടുപോയി, മാങ്ങ പൊതിച്ചി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതൊക്കെയും ബൈ പറഞ്ഞേ. ബൈ ബൈ. പറഞ്ഞോ, മാങ്ങ ഇഷ്ടപ്പെട്ടോ?